നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. എന്താണ് പറയേണ്ടത്? ഒന്നും പറയാൻ പറ്റുന്നില്ല. വാക്കുകൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമ്മാതിരി കളിയല്ലേ പയ്യൻ കളിച്ചു കളഞ്ഞത്. അടിച്ചങ്ങ് തകർത്ത് തരിപ്പണമാക്കി വിട്ടു GTയെ. വൈഭവ് സൂര്യവംശിയുടെ 35 പന്തുകളിലെ സെഞ്ചുറി. പക്ഷെ അത് മാത്രമായിരുന്നില്ല കേട്ടോ. യശസ്വി ജയ്സ്വാളിൻ്റെ കിടിലൻ ഇന്നിങ്സ് ഉണ്ട്, റിയാൻ പരാഗിൻ്റെ കിടിലൻ ഫിനിഷിംഗ് ഉണ്ട്. എല്ലാം കൂടി ചേർത്ത് മനോഹരമായ രൂപത്തിൽ രാജസ്ഥാൻ റോയൽസ് ഇതാ വിജയിച്ച് കയറിയിരിക്കുന്നു. അതും 209 റൺസ് ചേസ് ചെയ്തിരിക്കുന്നത് 25 പന്തുകൾ ശേഷിക്കെ വെറും 2 വിക്കറ്റ് നഷ്ടത്തിലാണ്. 8 വിക്കറ്റ് വിജയമാണ് അവർ നേടിയിരിക്കുന്നത്. പ്ലേ ഓഫ് സാധ്യതകൾ പൂർണ്ണമായിട്ട് അവസാനിച്ചിട്ടില്ല. വളരെ വളരെ ചെറിയ സാധ്യതകളാണ് ഇപ്പോഴും ഉള്ളത്. എന്നാൽ പോലും ഈ വിജയം അവർക്ക് അത്യന്താപേക്ഷിതമായിരുന്നു, അത്യാവശ്യമായിരുന്നു. അതവരിവിടെ നേടിയെടുത്തിരിക്കുകയാണ്. ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഇല്ലാതെയാണ് അവരിന്നും ഇറങ്ങിയത്. പക്ഷേ മികച്ച പ്രകടനം ടീം നടത്തിയിരിക്കുന്നു. GT ആദ്യം ബാറ്റ് ചെയ്ത് 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 209 റൺസ്. മികച്ച സ്കോർ തന്നെയായിരുന്നു അത്. സായി സുദർശനും ശുഭൻ ഗില്ലും ചേർന്ന് മികച്ചൊരു തുടക്കം അവർ കിട്ടുകൊടുത്തു. 11ാമത്തെ ഓവറിൽ ആദ്യ വിക്കറ്റ് വീഴുമ്പോഴേക്കും 93 റൺസിലേക്ക് അവർ എത്തിയിരുന്നു. സായി സുദർശൻ 30 പന്തിൽ 39 റൺസാണ് അടിച്ചത്. പിന്നെ ജോസ് ബട്ട്ലറും ഗില്ലും ചേർന്നുള്ള മുന്നോട്ട് പോക്ക്. അതിൽ ഗില്ല് മടങ്ങി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്കോർ ബോർഡിൽ 84 റൺസ് ഉണ്ടായിരുന്നു. 50 പന്തുകൾ നേരിട്ട് 5 4 4 6 അടക്കം 84 റൺസ് മികച്ച ഇന്നിങ്സ് അദ്ദേഹം നടത്തി. വാഷിംഗ്ടൺ സുന്ദർ 13 റൺസും തേവാട്ടിയ 9 റൺസും എടുത്ത് മടങ്ങി. അതേസമയം ജോസ് ബട്ട്ലറുടെ കിടിലൻ പ്രകടനം, 26 പന്തുകൾ 3 4 4 6 അടക്കം അദ്ദേഹം 50 റൺസ് അടിച്ച് പുറത്താകാതുന്നു. അങ്ങനെ ഒരു തകർപ്പൻ സ്കോർ, വമ്പൻ സ്കോർ അവർ നേടി എന്ന പ്രതീക്ഷയിലായിരുന്നു GT. എങ്കിൽ 209 റൺസ് ഒന്നും ഒരു റൺസ് അല്ല എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള കിടിലൻ തുടക്കമാണ് വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും ചേർന്നുകൊണ്ട് രാജസ്ഥാൻ റോയൽസിന് സമ്മാനിച്ചത്. സൂര്യവംശി ആദ്യവേഗം അടിച്ചങ്ങ് തകർത്ത് മുന്നോട്ട് കുതിക്കുകയായിരുന്നു. 35 പന്തിൽ നിന്ന് അദ്ദേഹത്തിന് സെഞ്ചുറിയും പിറന്നു. ഒടുവിൽ 38 പന്തിൽ നിന്ന് 101 റൺസ് എടുത്ത് നിൽക്കവേ അദ്ദേഹത്തെ പ്രസിദ്ധ കൃഷ്ണ ബൗൾഡാക്കുകയായിരുന്നു. എല്ലാവർക്കും കൊടുത്തു. കരിഞ്ചനത്തിന് ഒരു ഓവറിൽ 30 റൺസാണ് കൊടുത്തത്. ഇശാന്ത് ശർമ്മക്ക് കിട്ടി, വാഷിംഗ്ടൺ സുന്ദർക്ക് കിട്ടി, എല്ലാവർക്കും കൊടുത്തു. 166 റൺസിലേക്ക് ടീം സ്കോർ എത്തിയതിന് ശേഷമായിരുന്നു സൂര്യവംശിയുടെ മടക്കം. 12ാമത്തെ ഓവറിലാണ് 166 റൺസിലേക്ക് എത്തിയതെന്ന് കാര്യം ഓർക്കുക. നിതീഷ് റാണ 2 പന്തുകൾ മാത്രം നേരിട്ട് 4 റൺസുമായിട്ട് മടങ്ങി. പക്ഷേ യശസ്വി ജയ്സ്വാളും മറുഭാഗത്ത് മികച്ച പ്രകടനമായിരുന്നു. 40 പന്തിൽ 9 4 2 6 അടക്കം 70 റൺസ് എടുത്ത് അദ്ദേഹം പുറത്താകുന്നു. ക്യാപ്റ്റൻ റിയാൻ പരാഗ് 15 പന്തുകളിൽ നിന്ന് 2 4 2 6 അടക്കം 32 റൺസുമായിട്ടും പുറത്താകുന്നു. അങ്ങനെ തകർപ്പൻ വിജയമാണ്. 25 പന്തുകൾ ശേഷിക്കെ 8 വിക്കറ്റിന്റെ വിജയമാണ് രാജസ്ഥാൻ റോയൽസ് സ്വന്തമാക്കിയിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ.